തുടങ്ങി മക്കളെ ഏട്ടന്റെ പണി ഒരു മുഖ്യമന്ത്രി ആയാൽ എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു തന്നു കേട്ടോ. കണ്ടോക്കെ തമിഴ്നാട്ടിലെ മദ്യശാലകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മദ്യശാലകളുമല്ല, പക്ഷേ ചെറിയ നമ്പറല്ല, കൂട്ടാൻ മുഖ്യമന്ത്രി വിജയുടെ ഉത്തരവ്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ അടുത്തുള്ള മദ്യക്കടകൾ പൂട്ടും. 717 ടാസ്മാക് ഔട്ട്ലെറ്റുകളാണ് അടച്ചുകൂടേണ്ടി വരിക. തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം തമിഴ്നാട്ടിൽ ലഹരി ഒഴുക്ക്, മദ്യത്തിന്റെ വിൽപ്പന, അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ നിലയിൽ ചർച്ചയായതാണ്, സമൂഹം കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു. നമ്മൾ തന്നെ പല മണ്ഡലങ്ങളിലും പോകുമ്പോൾ സ്ത്രീകൾ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. പല സ്ഥലങ്ങളിലും രാവിലെ തന്നെ ആളുകൾ പരസ്യമായി ജംഗ്ഷനുകളിൽ ഇരുന്ന് മദ്യപിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ അതൊരു വലിയൊരു ക്രമസമാധാന പ്രശ്നമായി പോലും വളരുന്നു. കുട്ടികൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു സിനിമ കണ്ടിറങ്ങിയ ഫീലാട്ടോ. ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു മനുഷ്യൻ ഓരോ മദ്യശാലകളും വിപുലീകരിക്കാനുള്ള തിരക്കിനിടയിൽ അവിടെ ഓരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ. തമിഴ്നാട് എന്തായാലും രക്ഷപ്പെടും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം പുള്ളി ചെയ്തിരിക്കും. അത്രയധികം ആളുകൾ പുള്ളിനെ വിശ്വസിച്ച് വോട്ട് ചെയ്തേക്കാം കേട്ടോ. അതിന്റെ ഒരു ഫലം അവിടെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ കേരളത്തിന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ചെറുപ്പക്കാർ പിള്ളേർ മുന്നോട്ട് വന്നാൽ ഇതിന്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകട്ടോ.